മലയാളി പ്രേക്ഷകർക്ക് അതായത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന പരമ്പര. ഒരു സാധാരണ കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന സ്നേഹവും ഇണക്കവും പിണക്കങ്ങളും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കഥയ്ക്ക് ആധാരമായി പോകുന്നത്. തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പരമ്പരയുടെ മലയാളം പതിപ്പാണ് സാന്ത്വനം എന്ന് പറയുന്നത്. പരമ്പര തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരുമുണ്ട്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ചെറുപ്പക്കാർ പോലും ഒരേപോലെ കാണുന്ന ഒരു പരമ്പര തന്നെയാണ് സാന്ത്വനം എന്ന് പറയുന്നതിൽ തെറ്റില്ല. നെഗറ്റീവ് കഥാപാത്രങ്ങളും പോസിറ്റീവ് കഥാപാത്രങ്ങളും സാധാരണ പരമ്പരയിലെ പോലെ തന്നെ സാന്ത്വനത്തിലും ഉണ്ട്. ഇത്തരത്തിൽ സാന്ത്വനം വീടിന്റെ സമാധാനം കളയാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരമ്പരയിലേക്ക് ഒരു പുതിയ കഥാപാത്രം കൂടി എത്തിയിരുന്നു. ഈ പരമ്പരയിലെ സാന്ത്വനം വീട്ടിലെ മരുമകളായ അപർണയുടെ അച്ഛന്റെ സഹോദരിയായ രാജലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിട്ടാണ് ലച്ചു അപ്പച്ചി ഈ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത്. ലച്ചു അപ്പച്ചി എത്തിയതോടുകൂടി കഥയുടെ ഗതിയൊക്കെ മാറി മറിയുകയാണ്. ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത അത്രയധികം നെഗറ്റീവായിട്ടുള്ള കുശുമ്പും കുന്നായ്മയും ഒക്കെ നിറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് ലച്ചു എന്നുള്ള ഈ ഒരു അപ്പച്ചി അവതരിപ്പിക്കുന്നത്. പക്ക നെഗറ്റീവ് റോളുള്ള ലച്ചു അപ്പച്ചി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് മറ്റാരുമല്ല, മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയായ സരിത ബാലകൃഷ്ണൻ തന്നെയാണ്. വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള താരം തന്നെയാണ് സരിത. ഇതിനു മുൻപേയും നെഗറ്റീവ് റോളുകളിലും അതുപോലെ തന്നെ കോമഡി രംഗങ്ങളിലും ഒക്കെ തന്നെ സരിതയെ നമ്മൾ എല്ലാ പേരും കണ്ടിട്ടുണ്ട്. പരമ്പരകളിൽ എത്തുന്നതിന് മുൻപേ തന്നെ സരിതയെ ആളുകൾക്ക് പരിചയമുള്ള ഒരു പാട്ടുണ്ട്. അശകുശിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന മിന്നുകെട്ട് എന്ന സീരിയലിന്റെ ടൈറ്റിൽ സോങ്. ഒരു കാലത്ത് മലയാളികളുടെ ചുണ്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗാനം തന്നെയായിരുന്നു ഇത്. സിനിമാ ഗാനങ്ങൾക്കൊപ്പം ആൽബം ഗാനങ്ങളും ആവേശം വിതറുന്ന കാലത്തായിരുന്നു ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ് മലയാളികളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടുന്നത്. മികച്ച സംഗീതം, കൗതുകമുയർത്തുന്ന വരികൾ, കണ്ണിന് ഇമ്പമേകുന്ന കൊറിയോഗ്രഫി, ഇതെല്ലാം ആ പാട്ടിന്റെ പ്രത്യേകത തന്നെയായിരുന്നു. സിനിമാ ഗാനരംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ചടുലമായ നൃത്ത ചുവടുകളും നിരവധി നർത്തകരുമൊക്കെയായിട്ടുള്ള ഒരു ആഘോഷം. ഇന്നും ആ ഒരു പാട്ട് ഒരു നൊസ്റ്റാൾജിയായി മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. വീട്ടുകാരോടൊപ്പം അടുത്ത വീട്ടിൽ പോയി TV കണ്ടതും ആ പാട്ട് പാടി നൃത്തം ചെയ്തതുമായ നിരവധി ഓർമ്മകൾ മലയാളികളുടെ മനസ്സിലുണ്ട്. പ്രശസ്ത സംവിധായകൻ AM നസീറാണ് ആ ഗാനരംഗം സംവിധാനം ചെയ്തത്. അന്ന് നൃത്തച്ചുവടുകളുമായി ആ ഒരു പാട്ടിൽ എത്തിയത് 2 സുന്ദരികളായിരുന്നു. അതിലൊരാൾ മറ്റാരുമല്ലായിരുന്നു, ഇന്നത്തെ നമ്മുടെ സാന്ത്വനം സീരിയലിലെ ലച്ചു അപ്പച്ചിയായെത്തുന്ന സരിത ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. വർഷങ്ങളായി മലയാള മിനി സ്ക്രീൻ ലോകത്തിന് സുപരിചിതയാണ് സരിത. 50 സീരിയലുകൾ, നെഗറ്റീവും കോമഡിയും ഉൾപ്പെടെ വ്യത്യസ്തവും ശക്തവുമായ കഥാപാത്രങ്ങൾ ഒക്കെ സരിത കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും മനസ്സിൽ ആദ്യം ഓടിയെത്തുക അശകുശിലെ പെണ്ണുണ്ടോ എന്നുള്ള ആ ഒരു പാട്ട് തന്നെയാണ്. നൃത്തവേദിയിലൂടെയാണ് സരിത അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ചാരുലത എന്ന പരമ്പരയിലൂടെയാണ് സീരിയൽ രംഗത്തേക്ക് സരിത ആദ്യമായി എത്തുന്നത്. സരിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തെസ്നി ചേച്ചി അതായത് തെസ്നി ഖാൻ വഴിയാണ് ആ സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നത്. ഇതുവരെ ഏകദേശം 50ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്ത്രീജന്മം എന്ന സീരിയലിലെ വാറ്റുചാരായക്കാരി സുജാതയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമെന്നും സരിത തുറന്നു പറയുന്നു. നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഓർമ്മയിൽ നിൽക്കുക മിന്നുകെട്ട് എന്ന സീരിയലിലെ ആ ഗാനരംഗം തന്നെയാണ്. അത് അന്നത്തെ ഹിറ്റ് പാട്ട് തന്നെയായിരുന്നു. എല്ലാവരും എന്നും കാണുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അത് ആദ്യം ഓർമ്മയിൽ വരുന്നതും. ആ ടൈറ്റിൽ സോങ് സംവിധാനം ചെയ്തത് AM നസീർ സാർ ആയിരുന്നു. സാറിൻ്റെ മകൾ മരുമകൾ എന്ന സീരിയൽ ചെയ്തു കഴിഞ്ഞ സമയത്തായിരുന്നു അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ സാർ എന്നെ വിളിച്ചതെന്നും സരിത പറയുന്നുണ്ട്. 3 ദിവസം കൊണ്ട് ആ പാട്ടിന്റെ ചിത്രീകരണം അവസാനിച്ചു. പുറത്തു വച്ച് പ്രേക്ഷകർ തിരിച്ചറിയുന്നതിൽ തനിക്ക് ഏറെ സന്തോഷമാണ് എന്നാണ് സരിത പറയുന്നത്. കാണുമ്പോൾ ചിലർ അടുത്തു വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഫോട്ടോയും എടുക്കാറുണ്ട്. കംഫർട്ടബിൾ അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഇതുവരെ എന്നെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് സരിത പറയുന്നത്. പക്ഷേ ചെറുപ്പത്തിൽ ഒരു അനുഭവം ഉണ്ടായി. മകൾ മരുമകൾ എന്ന സീരിയലിൽ സുകുമാരി ആന്റിയുടെയും സണ്ണിച്ചായന്റെയും മരുമകളായിട്ട് അഭിനയിച്ച സമയത്ത് സുകുമാരി ആന്റിയെ ഉപദ്രവിക്കുന്ന വില്ലത്തി കഥാപാത്രം കണ്ട് ചില അമ്മൂമ്മമാർ വഴിയിൽ വെച്ച് കാണുമ്പോൾ ശരീരത്ത് നുള്ളി നോവിച്ചിട്ടുണ്ട് എന്നാണ് സരിത പറയുന്നത്. അതേസമയം സിനിമയിൽ വിളിച്ചാൽ പോകുന്നതിനെ കുറിച്ചും സരിത പറയുന്നുണ്ട്. നല്ല അവസരങ്ങൾ ലഭിച്ചാൽ സിനിമ സ്വീകരിക്കും. പക്ഷെ എന്തു തന്നെയായാലും സ്കിറ്റും സീരിയലും മറക്കുന്ന പ്രശ്നമില്ല. സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത്രയും വർഷമായിട്ടും സിനിമ ചെയ്യാൻ ആരും മലയാളത്തിൽ നിന്ന് വിളിച്ചില്ല എന്നാണ് സരിത പറയുന്നത്. ഏതായാലും വലിയ മോഹങ്ങളൊന്നുമില്ല. സീരിയലും സ്കിറ്റുമായിട്ട് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നും സരിത തുറന്നു പറയുന്നു.
കൊച്ചി സ്വദേശിയായ സരിതയ്ക്ക് സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അഭിനയത്തിനും ബിസിനസ്സിനുമൊക്കെ പുറമെ സ്വന്തമായി തുടങ്ങിയ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരോട് സരിത സ്ഥിരം വിശേഷങ്ങൾ പങ്കുവച്ചും എത്താറുണ്ട്. 20 വർഷങ്ങൾക്കിപ്പുറം താരത്തിന്റെ രൂപത്തിനും ഭാവത്തിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നും പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. സ്വന്തമായി ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ പോലും ഷൂട്ടിന് വേണ്ടി അല്ലാതെ മേക്കപ്പ് ഒന്നും അധികമായി ഉപയോഗിക്കാത്ത ആളാണ് എന്നാണ് സരിത പറയുന്നത്. താരത്തിന്റെ മകൻ കൃഷ്ണമൂർത്തിയും ഇതിനകം അനേകം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. മഴവിൽ മനോരമയിലെ ആത്മസഖി സീരിയൽ പാർവതി ഓമനക്കുട്ടൻ നായികയായി ഹിന്ദി ഷോർട്ട് ഫിലിം ദൊബരായിലും മകൻ അഭിനയിച്ചിട്ടുണ്ട്. കുടുംബസമേതം എറണാകുളത്താണ് സരിത താമസിക്കുന്നത്. ഭർത്താവ് അനുരാഗ് എഞ്ചിനീയറാണ്. വിവാഹത്തിന് ശേഷം 8 വർഷത്തോളം മിനി സ്ക്രീനിൽ നിന്നും വിട്ടുനിന്ന ശേഷമാണ് സരിത വീണ്ടും അഭിനയ രംഗത്തേക്ക് സജീവമായിരിക്കുന്നത്. എന്ത് തന്നെയായാലും സാന്ത്വനം പരമ്പരയിലെ ലച്ചു അപ്പച്ചിക്ക് നല്ല സ്വീകരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നെഗറ്റീവ് കഥാപാത്രമാണെങ്കിലും അങ്ങനെയൊരു സ്വീകരണം ലഭിക്കുന്നത് അത് അഭിനയിക്കുന്ന ആളിൻ്റെ കഴിവ് തന്നെയാണ്. സരിതയ്ക്ക് ആ ഒരു കഴിവ് ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇൻഡസ്ട്രിയിൽ ഇത്രയധികം വർഷത്തെ അത്രയധികം അനുഭവമുള്ള ഒരു വ്യക്തി തന്നെയാണ് സരിത. സരിതയെ ആളുകൾ ഏറ്റെടുത്തു തുടങ്ങിയതോടുകൂടി ആ കഥാപാത്രവും ആരാധകരുടെ മനസ്സിൽ ദേഷ്യമുണ്ട് എങ്കിലും എല്ലാ പേരും ഏറ്റെടുത്തു കഴിഞ്ഞു. ലച്ചു അപ്പച്ചിയുടെ കുടുംബം കലക്കൽ നീക്കലിലൂടെ തന്നെയാണ് ഇപ്പോൾ സാന്ത്വനം എന്ന പരമ്പര മുൻപോട്ട് പോകുന്നതും.